ഗുഡ് മോർണിംഗ്. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ് കേട്ടോ. ചാപ്റ്റർ 3 മെട്രിക്സസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ ചാപ്റ്റർ. ഇതെല്ലാവർക്കും അത്യാവശ്യം എളുപ്പമുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. നന്നായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ് എന്ന് നോക്കാം. മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിനാണ്. റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ നമ്പേഴ്സിനെ എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് 1 2 3 4 5 6 റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ എഴുതി വെച്ചിട്ട് രണ്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെട്രിക്സിനെ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണെന്നുള്ളതാണ്. ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു മെട്രിക്സിന് എത്ര റോയും എത്ര കോളം ഉണ്ടെന്ന് നോക്കണം. ഇതാണ് റോ 1 ഉണ്ടല്ലേ, ഇങ്ങനെ സൈഡിലോട്ട് പോണതാണ് റോ. ഇത് റോ 2, ഇത് റോ 3. ഈ കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ടുള്ളത് 1 4 7 അതാണ് ഒരു കോളം. ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ മെട്രിക്സിൽ എത്ര റോയും എത്ര കോളവും ഉണ്ട്? 3 റോയുണ്ട്, 3 കോളമുണ്ട്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/3. ഓക്കെ അല്ലേ എല്ലാവർക്കും? നമ്മളിങ്ങനെ ഇൻറ്റു ഇട്ടിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ വായിക്കുക 3/3 എന്നാണ് കേട്ടോ വായിക്കുക, 3/3. ഇനി അടുത്തൊരു മെട്രിക്സ് ഞാൻ എഴുതി തരാം. അപ്പോൾ ഈ മെട്രിക്സ് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്രയും മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് നോക്കി നോക്കിയാൽ പെട്ടെന്നൊന്ന് പറഞ്ഞേ. കിട്ടിയില്ല എല്ലാവർക്കും? ഞാൻ പറയട്ടെ. അതായത് റോ 1 ഇങ്ങോട്ട് കണ്ട, റോ 1 176 റോ 1. ഈ റോ 2 എന്ന് പറഞ്ഞാൽ 782. 2 റോയുണ്ട്, 3 കോളം ഉണ്ട്. ഇങ്ങനെ താഴത്തേക്ക് ഒരു കോളം, ഇവിടെ 2 കോളം, 3 കോളം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2/3. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതാണ് മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പോൾ എങ്ങനെ മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തായി പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറലായിട്ട് നമ്മൾ മെട്രിക്സിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജനറൽ ഫോമിൽ നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ AIJ എന്നാണ് എഴുതുക. AIJ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എഴുതാണ്ട് ഒരു 2/2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. 2/2 മെട്രിക്സ് ആണെങ്കിൽ എത്ര റോ എത്ര കോളം ഉണ്ടാവും? 2 റോയും 2 കോളവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ A11, സെക്കൻഡിനെ A12, A21, A22. ഇതാണ് നമ്മളൊരു 2/2 മെട്രിക്സിനെ ഇങ്ങനെയാണ് നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അതാണ് A11. ഇതാവുമ്പോൾ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് A12. ഇനി താഴെ നോക്കിയാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഇവിടെ A22 വരാൻ കാരണം സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ക്ലിയർ ആയില്ലേ? AIJ അപ്പോൾ നമ്മൾ 2/2 മെട്രിക്സിനെ ഇങ്ങനെയാണ് ജനറലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഇതൊരു 3/3 മെട്രിക്സ് ആണെങ്കിലോ, അതായത് 3 റോയും 3 കോളം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയാനേ? നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു വെക്കോ. A11, A12, A13. അതായത് 3 റോയും 3 കോളം ഉണ്ട് കേട്ടോ. 3/3 മെട്രിക്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. A21, A22, A23, A31, A32, A33. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ജനറലി നമ്മൾ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ, AIJ വെച്ചിട്ട്. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്, ഇപ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളതൊരു 2/3 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. കുറേ ചോദ്യ പേപ്പറിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അങ്ങനെ 1 മാർക്കിനൊക്കെ ചോദ്യമായിട്ട് അത് ചിലപ്പോൾ ഓർഡർ തരും. if A is a 2/3 matrix then find the total number of elements. അങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് അത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 3 അത്ര 6. നമുക്ക് സംശയമാണെങ്കിൽ ഇതിലൊന്ന് നോക്കാം. ഇതൊരു 2/3 മെട്രിക്സ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നോക്കി, അതായത് റോ ഇൻറ്റു കോളം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഇതേ കണ്ടോ, ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട്?
1 2 3 4 5 6 കറക്റ്റ് അല്ലേ? അതായത് റോ ഇൻറ്റു കോളം ആ ഓർഡർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടും. ഇപ്പോൾ 3/3 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടാ 3 6 9 9 ആയിരിക്കും. 3 × 3 9 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മിക്കതും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. കൺസ്ട്രക്ട് 2/2 മെട്രിക്സ്, അതേപോലെ 3/3 ഒക്കെ പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. കൺസ്ട്രക്ട് 2/2 മെട്രിക്സ്. കൺസ്ട്രക്ട് 2/2 മെട്രിക്സ്. 2/2 മെട്രിക്സ് ആണ് അപ്പോൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അവിടെ അവർ തന്നിട്ടുണ്ട്. എന്താ തന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AIJ തന്നിട്ടുണ്ട്. AIJ = I/J. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇനി നമ്മൾ 2/2 മെട്രിക്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയാം എന്താ AIJ എന്ന് നമുക്ക് എഴുതിക്കൂടെ? AIJ അതായത് 2/2 മെട്രിക്സിൻ്റെ AIJ എന്തായിരുന്നു? A11 A12 A21 A22. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിലത്തെ ഓരോ എലമെൻറ്റ്സും നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് A11 കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ I എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് നമ്മൾ J. കണ്ടില്ലേ? AIJ. അപ്പോൾ ഫസ്റ്റ് നമ്പറാണ് നമ്മുടെ ഐയും സെക്കൻഡ് നമ്പറാണ് ജെയും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് AIJ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നേക്കുന്നത്? I/J ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഓരോ എലമെൻറ്റ്സും കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റത്തെ I എന്ന് പറയുന്നത് 1ഉം J എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? 1/1. എത്ര കിട്ടി? 1 കിട്ടി. ഫസ്റ്റ് എലമെൻറ്റ് 1 കിട്ടി. ഇനി നമുക്ക് A12 കണ്ടുപിടിക്കാം. A12 അപ്പോൾ എങ്ങനെ വരും? I സ്ഥാനത്ത് എന്താ ഉള്ളത്? 1 ഉള്ളത്. J സ്ഥലത്തോ 2. 1/2. അപ്പോൾ ഉത്തരം 1/2 തന്നെ. ഫ്രാക്ഷനായിട്ട് തന്നെ കിടന്നാൽ മതി. ഇനി A21 ആകുമ്പോൾ എങ്ങനെ വരും? നമ്മുടെ I/J അല്ലേ? അപ്പോൾ 2/1 എന്താണ്? 2. ഇനി അടുത്തത് A22 ആകുമ്പോൾ എങ്ങനെ വരും? 2/2. ക്ലിയർ അല്ലേ? I/J തന്നേക്കണ കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. 2/2. എത്ര കിട്ടി? 2 തന്നെ കിട്ടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മെട്രിക്സ് ആയിട്ട് എടുത്തെഴുതാം. 1/2 2 അല്ല 2/2 1 ആട്ടോ, തെറ്റിപ്പോയതാണ്, സോറി. 1 1/2 2 1. ഇതാണ് നമ്മൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തത്. ഇങ്ങനെ അവസാനം എടുത്തെഴുതി മെട്രിക്സ് ആക്കി രൂപത്തിൽ എഴുതി വെക്കണം. എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു 2 എക്സാമ്പിൾ കൂടി നമുക്ക് ഇങ്ങനത്തെ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിലോട്ട് പോവാം. എഴുതിക്കോട്ടെ എല്ലാവരും. AIJ = I+J² / 2. 2/2 മെട്രിക്സിനെ കേട്ടോ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സെയിം ചോദ്യം. 2/2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. 2/2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ 2/2 മെട്രിക്സ് നമ്മൾ എടുത്ത് എഴുതി വയ്ക്കുക. AIJ = A11 A12 A21 A22 നമ്മൾ എഴുതി. ഇനി നമുക്ക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാം. A11 കണ്ടുപിടിക്കാം. അപ്പോൾ ഐയും ജെയും എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയില്ലേ? I എന്ന് പറഞ്ഞാൽ 1 ആണ്, J എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. അപ്പോൾ ഈ തന്നേക്കണ ഫോർമാറ്റിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്ഥാനത്ത് 1 + I+J അല്ലേ? 1² / 2. അപ്പോൾ 1 + 1 എത്ര? 2. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. 4/2 ആണ് ഇവിടെ ഉത്തരം. 4/2 അതായത് 2. അത് കിട്ടി. A11 കിട്ടി. ഇനി A12 കണ്ടുപിടിക്കാം. I എത്ര? ഇവിടെ 1ഉം J എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അപ്പോൾ 1 + 2² / 2. എത്രയായി? 1 + 2² എന്ന് പറഞ്ഞാൽ 3². 3² 9/2. 9/2 തന്നെ അങ്ങനെ കിടന്നോട്ടെ, ഫ്രാക്ഷനായിട്ട് കിടന്നോട്ടെ. ഇനി A21 ഇതേപോലെ തന്നെ 2 + 1² / 2. എത്ര വന്നു? 3² / 2 തന്നെ, അതായത് 9/2 തന്നെ. ഇനി A22 എത്ര കിട്ടി? 2 + 2² / 2.
2 + 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. 4 സ്ക്വയർ എത്ര? 16. 16/2 എത്ര കിട്ടും? 8. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും പെട്ടെന്നൊക്കെ കിട്ടാൻ വേണ്ടി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ചെയ്താലും മതി. ഞാൻ കൂടുതലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനാണ് എല്ലാവരോടും പറയുള്ളൂ. ചെറിയ ചെറിയ കണക്കുകളൊക്കെ കൂടുതൽ നമ്മൾ കൈകൊണ്ട് ചെയ്ത് ഫാസ്റ്റ് ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്ര ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്ത് വേഗം തന്നെ ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ, ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇനി നേരെ ഇത് നമ്മൾ മെട്രിക്സ് രൂപത്തിൽ എഴുതി വയ്ക്കുക കേട്ടോ. 2, 9/2, 9/2, 8. ഓക്കെ അല്ലേ എല്ലാവർക്കും? എളുപ്പമല്ലേ? ഈ ഭാഗത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? വല്ല ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഷുവറാണ്, കൺസ്ട്രക്റ്റ് മെട്രിക്സ് എന്ന് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. എല്ലാ വട്ടവും ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഇങ്ങനെ കൺസ്ട്രക്റ്റ് മെട്രിക്സ്. ചിലപ്പോൾ 2/2 ആയിരിക്കാം. ഇനി 3/3 പറഞ്ഞാലും ഇതേപോലെ തന്നെ എല്ലാവർക്കും ഓക്കെ അല്ലേ? 3/3 ആകുമ്പോൾ നമുക്കിവിടെ 2-3 എലമെൻറ്റും കൂടി എക്സ്ട്രാ വരും. ഇത് ടോട്ടൽ 9 എലമെൻറ്റ്സ് വരും. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വെറൈറ്റി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഈ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ എല്ലാവരും പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലോട്ട് പോവാം. ഇനി നമുക്ക് മെട്രിക്സിനെ കുറച്ച് പലതരം മെട്രിക്സുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റത്തെയാണ് റോ മെട്രിക്സ്. റോ മെട്രിക്സ് അതിൽ ആ പേര് പോലെ തന്നെ ആ മെട്രിക്സിന് റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ABC കണ്ട, ഒരു റോ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള മെട്രിക്സുകളാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് ഇതെങ്ങനെയായിരിക്കും? അപ്പോൾ കോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, താഴേക്ക് കണ്ട 1 2 3. ഇതാണ് കോളം മെട്രിക്സ്. ഇനി നമുക്ക് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. സീറോ ഓർ നൾ മെട്രിക്സ് കേട്ടോ. ആ പേര് പോലെ തന്നെ ആ മെട്രിക്സിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, സീറോ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് വരുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ഇത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്ന്? കണ്ട, ഡയഗണലി മാത്രമാണ് അവിടെ എലമെൻറ്റ്സ് ഉള്ളൂ, ABC എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം സീറോ ആണ്. ഡയഗണലി മാത്രമാണ് അവിടെ വാല്യൂസ് ഉള്ളൂ. അതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് ഈ സ്കേലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സും നോക്കിയേ എന്താ പ്രത്യേകത എന്ന്. ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ, പക്ഷേ എലമെൻറ്റ്സ് ഏത് വേണമെങ്കിലും വരാം, ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കാം. പക്ഷേ സ്കേലാർ മെട്രിക്സിൽ ഡയഗണലി വരുന്ന എലമെൻറ്റ്സുകളൊക്കെ സെയിം ആയിരിക്കും. ഇപ്പം നമ്പർ ഇവിടെ ഒരു ഇപ്പോൾ A ആണെങ്കിൽ പറഞ്ഞ പോലെ എല്ലാം A, ഇവിടെ 10 ആണെങ്കിൽ ഫുള്ള് 10. ക്ലിയർ ആയാലേ? അങ്ങനെയുള്ള മെട്രിക്സുകളാണ് സ്കേലാർ മെട്രിക്സ്. ഇനി നമുക്കിവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മെട്രിക്സാണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ പറയൂട്ടാ. യൂണിറ്റ് മെട്രിക്സ്, യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഐഡൻറ്റിറ്റി മെട്രിക്സ് അതായത് ഈ സ്കേലാർ മെട്രിക്സ് പോലെ തന്നെ ഡയഗണലി മാത്രമേ ഇതിനുണ്ടാവുള്ളൂ, പക്ഷേ ഡയഗണലി ഉണ്ടാവുന്നത് 1 ആയിരിക്കും കേട്ടോ. 1 ആയിരിക്കും, ഒരിക്കലും മാറില്ല, 1 തന്നെയായിരിക്കും. അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണലിലുള്ള വാല്യൂസ് 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഡയഗണലിലുള്ള വാല്യൂസ് 1 ആയിരിക്കും. ഇതിപ്പോൾ ഞാനൊരു 3/3 മെട്രിക്സ് ആണ് എഴുതിയേക്കുന്നത്. പിന്നെ അതേപോലെ 3/3 വരാം, 2/2 വരാം. പിന്നെ ഇതൊക്കെ എന്തായാലും ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെ ആയിരിക്കും കേട്ടോ. യൂണിറ്റ് മെട്രിക്സ്, അതേപോലെ ഡയഗണൽ മെട്രിക്സ്, സ്കേലർ മെട്രിക്സ് ഒക്കെ ഒരു ഡയഗണൽ സ്ക്വയർ മെട്രിക്സുകളായിരിക്കും കൂടുതലും. അതായത് 3/3 വരും, പിന്നെ 2/2 വരും. അങ്ങനെയുള്ളതൊക്കെയേ വരുള്ളൂ. അല്ലാണ്ട്
2/3 3/2 അങ്ങനെയൊന്നും വരില്ല ഈ യൂണിറ്റ് മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒന്നും. ഇപ്പോൾ 2/2 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതാൻ പറയുകയാണെങ്കിൽ 1 0 0 1. ക്ലിയർ അല്ലേ? 3/3 ആണെങ്കിൽ ഇങ്ങനെ വരും, 3 റോയും 3 കോളം. 2/2 ആണെങ്കിൽ 2 റോയും 2 കോളം. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പോൾ മെട്രിക്സുകൾ, ഇത്രതരം മെട്രിക്സുകൾ എല്ലാവരും പഠിച്ചില്ലേ? ഇതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. യൂണിറ്റ് മെട്രിക്സ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നും ചോദിക്കും. ഇതിനെ പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നും കാണും. നമ്മൾ ക്വസ്റ്റ്യനുകളിലൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കേട്ടോ. ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നോളൂ. പിന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ അവിടെ കണക്കുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എല്ലാവരും എഴുതിയെടുത്തോ. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മെട്രിക്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 2 മെട്രിക്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, നേരിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു മെട്രിക്സ് ഞാൻ എഴുതി തരാം. 2x + 3 6 15 2i - 4. ഇതാണ് ആദ്യത്തെ മെട്രിക്സ്. ഇനി രണ്ടാമത് വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 7 6 15 14. കണ്ടില്ലേ? ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 മെട്രിക്സുകൾ നമുക്ക് നേരെ തന്നെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ 2 മെട്രിക്സുകളും ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടുത്തെ ഓരോ എലമെൻസും ഈക്വലാന്ന് പറഞ്ഞൂടെ? അതായത് ഈ 2 മെട്രിക്സും ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് എലമെൻറ്റും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് എലമെൻറ്റും ഈക്വൽ ആയിരിക്കും. അതാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നേരിട്ട്. ക്ലിയർ അല്ലേ? എല്ലാ എലമെൻസും അതേപോലെ തന്നെ ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അതാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? ഞാൻ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റും ഈ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റും ഈക്വലാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ എല്ലാവർക്കും? നേരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 2x + 3 = 7 അല്ലേ? ഇനി ഇവിടെ നിന്ന് എങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ആദ്യം 2xനെ അവിടെ നിർത്തുക. ഈ +3നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. +3നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എങ്ങനെയാണ്? 7 - 3 ആവും അല്ലേ? അപ്പോൾ 2x = എത്ര കിട്ടും? 4 കിട്ടും. ഇനി എക്സ് കണ്ടുപിടിക്കാം. x = 4/2 എത്ര വന്നു? 2 വന്നു. ക്ലിയർ അല്ല എല്ലാവർക്കും? 2 കിട്ടി. ഇനി അതേപോലെ നമുക്ക് y കണ്ടുപിടിക്കാം. y കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് എടുക്കേണ്ടത്, ഈ എലമെൻ്റാണ് എടുക്കേണ്ടത്. 2y - 4 = അതേതിനോടെ ഇക്വേറ്റ് ചെയ്യേണ്ടത്? ഇവിടുത്തെ 14 കൊണ്ട് അല്ലേ? 2y - 4 = 14. അപ്പോൾ 2y = എത്ര വന്നു? 14 + 4. +4 എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും ക്ലിയർ അല്ലേ? -4നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമ്മൾ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 2y = എത്ര കിട്ടി? 18 കിട്ടി. y = 18/2 എത്ര വന്നു? 9. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും കിട്ടിയ വാല്യൂസൊക്കെ ഒന്ന് എടുത്ത് അവസാനം എഴുതിക്കോളൂ. x = 2ഉം y = 9ഉം. ഫുൾ മാർക്കായി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്, അതായത് 2 മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് നേരിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതിൽ ഓരോ എലമെൻസും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റും ഈക്വൽ ആയിരിക്കും. അതേപോലെ സെക്കൻഡ് എലമെൻറ്റും ഈക്വൽ ആയിരിക്കും. തേർഡ് എലമെൻറ്റും ഫോർത്ത് എലമെൻറ്റും എല്ലാ എലമെൻസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അടുത്തൊരു ചോദ്യം എഴുതിക്കോട്ടെ എല്ലാവരും. x + y + z x + z y + z. ഇതാണ്
ഫസ്റ്റ് മാട്രിക്സ്, സെക്കൻഡ് മാട്രിക്സ് 9 5 7. ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങളെല്ലാവരും എക്സും വൈയും സെഡും കണ്ടുപിടിക്കുക? ഒന്ന് നോക്കി നോക്കിയോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും എങ്ങനെയാന്ന്. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, കിട്ടുന്നുണ്ടോ നോക്ക്. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കിട്ടിയ എല്ലാവർക്കും? ഇനി നമുക്കത് നോക്കിക്കോ എങ്ങനെയാണ് ചെയ്യാമെന്ന്. നമുക്ക് നേരെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9 ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9. പക്ഷെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സിൻ്റെയോ വൈൻ്റെയോ സെഡിൻ്റെയോ വാല്യൂ ഒന്നും കിട്ടില്ല. കാരണം 3 വേരിയബിൾസാണ് നമുക്കുള്ളത്, അറിയാത്തത്. പിന്നെ അടുത്ത നമ്മൾ നോക്കുമ്പോൾ എന്താ, എക്സ് പ്ലസ് സെഡ് തന്നിട്ടുണ്ട് 5, അതേപോലെ വൈ പ്ലസ് സെഡ് തന്നിട്ടുണ്ട് 7 ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു ട്രിക്ക് പിടികിട്ടി എല്ലാവർക്കും? ഇത് വൈ പ്ലസ് സെഡ് 7 ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 9, പിന്നെ വൈ പ്ലസ് സെഡ് 7. അപ്പോൾ നോക്കിയാൽ ഇതിൽ വൈ പ്ലസ് സെഡ് ഉണ്ട്. ഈ വൈ പ്ലസ് സെഡ് അല്ലേ നമ്മളോട് 7 ആണെന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൂടെ? അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എത്രയാണെന്ന് പറഞ്ഞേക്കണ്? 7 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9. ക്ലിയർ ആയി എല്ലാവർക്കും? അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് നമുക്ക് തന്നേക്കുന്നത്, 9 ആണ്. അവിടെ വൈ പ്ലസ് സെഡ് എത്രയാണെന്ന് നമുക്കറിയാം, വൈ പ്ലസ് സെഡ് 7 ആണെന്നറിയാം. അപ്പോൾ ആ ഇക്വേഷനെ ഞാൻ ഇങ്ങനെ മാറ്റി, എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9. ഇനി അവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 9 മൈനസ് 7 എത്ര കിട്ടി? 2. ഓക്കെ അല്ലേ? എക്സ് 2 കിട്ടി. എക്സ് 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നോക്കിയാൽ നമ്മുടെ രണ്ടാമത്തേനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. രണ്ടാമത്തെ എലമെൻറ്റിനെ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5. എക്സിൻ്റെ വാല്യൂ 2 ആണ് നമുക്ക് കിട്ടി ഓൾറെഡി. എത്രയാണ്? 2 പ്ലസ് സെഡ് ഈക്വൽ ടു 5. സെഡ് ഈക്വൽ ടു എത്ര വന്നു? 5 മൈനസ് 2 3. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ സെഡും കിട്ടി നമുക്ക്, എക്സും കിട്ടി. ഇനി ഇതേ ഈ വൈ പ്ലസ് സെഡിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ? വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 7. ഇതിലേക്ക് ഏതാ സെഡിൻ്റെ വാല്യൂ നമുക്കറിയാം, 3 ആണ്. വൈ പ്ലസ് 3 ഈക്വൽ ടു 7. വൈ ഈക്വൽ ടു എത്ര വന്നു? 7 മൈനസ് 3. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പോൾ അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി, സെഡിൻ്റെ വാല്യൂ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ആലോചിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒറ്റയടിക്ക് തന്നെ ആൻസർ ചെയ്താവുന്നുള്ളൂ. ഞാനിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് എല്ലാം പതുക്കെ ചെയ്ത് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചു. എന്താണ് ഒരു ജനറൽ ഫോം ഓഫ് മെട്രിക്സ് എന്ന് പഠിച്ചു. പിന്നെ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് പഠിച്ചു. പല ടൈപ്പിലുള്ള മെട്രിക്സുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ബാക്കി ക്ലാസ്സുകൾ ഞാൻ അടുത്ത പാർട്ടിൽ ആയിട്ട് ചെയ്തു തരാം. പിന്നെ കൂടുതലായിട്ട് അറ്റൻഷൻ താല്പര്യമുള്ളവർക്ക്, കൂടുതൽ പ്രോബ്ലംസും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സസിൽ ചേരാവുന്നതുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.